ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വിവിധ വൈദ്യുത പദ്ധതികൾ. അതിലെ ഇടുക്കി പദ്ധതിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഇടുക്കി പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഉള്ളത് ഇടുക്കി പദ്ധതി. കേരളത്തിൽ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട്, കേരളത്തിലെ ഏക ആർച്ച് ഡാം നമ്മുടെ ഇടുക്കി ഡാമാണ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണ പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട്, കേരളത്തിലെ ഏക ആർച്ച് ഡാം. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി ഉള്ളത് നമ്മുടെ ഇടുക്കി ഡാമിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ട്, കേരളത്തിലെ ഏക ആർച്ച് ഡാം. ഇനി ഈ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ ഉൾപ്പെട്ട അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? 3 എണ്ണം ഉണ്ട്. ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഏതൊക്കെ? ഇടുക്കി, ചെറുതോണി, കുളമാവ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. വർഷം 1976. 1976 ഇന്ദിരാഗാന്ധിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി കമ്മീഷൻ ചെയ്തത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. അപ്പം സ്ഥാപിത ഉൽപാദന ശേഷിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റം.